സ്കൂൾ വരാന്തയിലെ നീണ്ട ഇടനാഴിയിലൂടെ സുമ ടീച്ചറുടെ ചുവടുകൾക്ക് ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു. അതൊരു പട്ടാളച്ചിട്ടയുടെ താളമായിരുന്നു. കൃത്യതയാർന്നതും ഭയമുണർത്തുന്നതും ഒരിക്കലും തെറ്റാത്തതും. തേഞ്ഞു തുടങ്ങിയ തറയോടുകളിൽ അവരുടെ കനം കുറഞ്ഞ ചെരുപ്പുകൾ അമരുമ്പോൾ ശബ്ദമുണ്ടാകാത്ത, എന്നാൽ എല്ലാവരിലും ഒരു നടുക്കമുണ്ടാക്കുന്ന ഒരു തരം ഭാരം ആ ചുവടുകൾക്കുണ്ടായിരുന്നു. വരാന്തയിൽ ചിലയ്ക്കുന്ന പക്ഷികളെപ്പോലെ കളിച്ചും ചിരിച്ചും കലവില കൂട്ടിയും നിന്നിരുന്ന കുട്ടികൾക്കിടയിലേക്ക് ആ വരവോടെ ഒരു നിമിഷത്തെ നിശബ്ദത ഒരു തിരമാല പോലെ അടിച്ചു കയറും. ഉയർന്ന തലയും വിടർന്ന തോളുകളുമായി അവർ നടക്കുമ്പോൾ കണ്ണടയുടെ ചില്ലിനടിയിലൂടെ തുളച്ചു കയറുന്ന അവരുടെ നോട്ടം പോലും ഒരു ശാസനയായി ഓരോ കുട്ടിക്കും അനുഭവപ്പെട്ടു. ഇളം നീല കരയുള്ള കഞ്ഞിപ്പശ മുക്കി തേച്ചുമിനുക്കിയ കോട്ടൺ സാരിയുടെ ഞൊറികളിൽ പോലും ആരും ലംഘിക്കാൻ ധൈര്യപ്പെടാത്ത ഒരച്ചടക്കം നിറഞ്ഞു നിന്നു. ആ സാരിത്തുമ്പൊന്ന് പാറിപ്പോകുകയോ ഒരു ഞൊറി പോലും സ്ഥാനത്തു നിന്നൊന്ന് മാറുകയോ ആരും കണ്ടിരുന്നില്ല. നെറ്റിയിൽ വട്ടത്തിൽ തൊട്ട ചന്ദനക്കുറിയും ഒരൊറ്റ കറുത്ത മുടിയിഴ പോലും പുറത്തു ചാടാതെ മുറുക്കിക്കെട്ടിയ തലമുടിയും അവരുടെ വ്യക്തിത്വത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. അനാവശ്യമായ ഒരു വാക്കോ ചിരിയോ അവരിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടുതന്നെ കുട്ടികൾ അവർക്ക് രഹസ്യമായ ഒരു പേര് നൽകിയിരുന്നു: ഇരുമ്പ് ടീച്ചർ. ആ പേര് ആരും ഉറക്കെ പറഞ്ഞിരുന്നില്ല, പക്ഷേ ഓരോ കുട്ടിയുടെയും മനസ്സിൽ അത് മുഴങ്ങിയിരുന്നു. അവരുടെ കണക്ക് ക്ലാസ് ഒരു ശ്മശാന മൂകതയായിരുന്നു. പുറത്തു മരക്കൊമ്പിലിരുന്ന് ചിലയ്ക്കുന്ന കാക്കയുടെ ശബ്ദമോ അകല റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ ഇരമ്പലോ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. ചോക്കുപൊടിയുടെ നേർത്ത ഗന്ധം മുറിയിൽ തങ്ങി നിന്നു. ബോർഡിൽ അവർ ചോക്കുകൊണ്ട് അക്കങ്ങളും സൂത്രവാക്യങ്ങളും കോറിയിടുമ്പോഴുണ്ടാകുന്ന നേർത്ത ക്രീ ക്രീ ശബ്ദം പോലും ആ ക്ലാസ് മുറിയിൽ ഭയാനകമായ ഒരു സംഗീതം പോലെ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദത്തിനൊപ്പം ഓരോ കുട്ടിയുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി. ചോദ്യങ്ങൾക്കുത്തരമറിയാത്തവർ തലകുനിച്ചു വിറച്ചു നിൽക്കും. അവരുടെ ഊഴന്താത്ത് വിയർക്കുന്ന കൈപ്പടങ്ങൾ തുടച്ചുകൊണ്ട് അവർ നിന്നു. ആ അടുത്തത് എന്ന് ടീച്ചർ നീട്ടി വിളിക്കുമ്പോൾ പലരുടെയും തൊണ്ട വരണ്ടുപോകും. ഗൃഹപാഠം ചെയ്യാത്തവർക്ക് നേരെ നീളുന്ന നോട്ടം ചൂരലിനേക്കാൾ വേദനയുള്ളതായിരുന്നു. ആ നോട്ടത്തിന്റെ മൂർച്ചയിൽ ഉരുകിത്തീരാത്ത കുട്ടികളില്ലായിരുന്നു. അതിൽ ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല, മറിച്ച് തണുത്തുറഞ്ഞ ഒരുതരം നിരാശയായിരുന്നു. അച്ചടക്കമില്ലാത്ത ഒരു ലോകത്തെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ടീച്ചറുടെ മേശപ്പുറത്ത് പുസ്തകങ്ങൾക്കും ചോക്കുപെട്ടിക്കും അരികെ എപ്പോഴും ഒരു ചൂരൽ വടിയുണ്ടാകും. നേർത്തതും എന്നാൽ നല്ല ഉറപ്പുമുള്ളതുമായ ആ വടി. അതൊരിക്കലും പൊടിപിടിച്ചിരുന്നില്ല. അവരത് ഉപയോഗിക്കുന്നത് വളരെ വിരളമായിരുന്നു. പക്ഷെ അതിൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ക്ലാസ്സിനെ നിയന്ത്രിക്കാൻ. അതൊരു അലങ്കാരമായിരുന്നില്ല, അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അച്ചടക്കമില്ലായ്മയ്ക്കും അലസതയ്ക്കും ഈ ക്ലാസ് മുറിയിൽ സ്ഥാനമില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. ഇടയ്ക്ക് എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ടീച്ചർ ആ ചൂരലിൻ്റെ അറ്റത്ത് വിരലോടുന്നത് കാണാം. അപ്പോൾ ക്ലാസ്സിലെ ശ്വാസം പോലും നിലച്ചുപോകും. ആ ക്ലാസ്സിലെ ഓരോ നിമിഷവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയായിരുന്നു. കണക്കിൻ്റെ മാത്രമല്ല, ജീവിതത്തിലെ അച്ചടക്കത്തിൻ്റെയും കൂടി. സ്കൂളിന്റെ വലിയ ഇരുമ്പ് ഗേറ്റ് ഒരു നേർത്ത ഞരക്കത്തോടെ അടയുമ്പോൾ അതോടൊപ്പം അടയുന്നത് സുമ ടീച്ചറുടെ കർക്കശമായ മുഖഭാവം കൂടിയായിരുന്നു. ഗേറ്റിനപ്പുറം വൈകുന്നേരത്തെ വെയിൽ മങ്ങിത്തുടങ്ങിയ ഇടവഴിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവരുടെ ചുമലുകൾ ചെറുതായൊന്നായേയും. യൂണിഫോമിന്റെ ബഹളങ്ങളിൽ നിന്നും കുട്ടികളുടെ കളിച്ചിരികളിൽ നിന്നും എത്രയോ ദൂരെയായിരുന്നു ആ ലോകം. ആളൊഴിഞ്ഞ ആ വഴിയിലൂടെ പാതയോരത്തെ വാഗമരത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ഉണങ്ങിയ ഇലകളെ ചവിട്ടിമെതിക്കുമ്പോൾ ഉയരുന്ന നേർത്ത ശബ്ദം മാത്രം അവർക്ക് കൂട്ട്. ഓരോ കാൽവെപ്പിലും ആ ഇരുമ്പു കവചത്തിന്റെ ഓരോ പാളികളായി അഴിഞ്ഞു വീഴുകയായിരുന്നു. ഒടുവിൽ പടിപ്പുര കടന്ന് ശാന്തി എന്നു പേരെഴുതിയ തന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പുറംലോകം കണ്ടിരുന്ന സുമ ടീച്ചർ പൂർണ്ണമായും അപ്രത്യക്ഷയാകും. ശാന്തിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവർ തികച്ചുമേകയായിരുന്നു. വീടിനകത്തെ ഓരോ വസ്തുവിനും കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു. മേശപ്പുറത്ത് അടുക്കിവെച്ച പുസ്തകങ്ങൾ, ഭിത്തിയിലെ ക്ലോക്കിന്റെ നേരെ താഴെ വെച്ച പൂപ്പാത്രം, ഒരു ചുളിവുപോലുമില്ലാതെ മടക്കിവെച്ച കസേരയിലെ പത്രം, എല്ലാം തികഞ്ഞ അടുക്കും ചിട്ടയും. പക്ഷേ ആ അടുക്കും ചിട്ടയ്ക്കും ഒരു ശ്മശാനമൂകതയുടെ തണുപ്പുണ്ടായിരുന്നു, ഒരു ജീവനില്ലായ്മ. ആ വീട്ടിൽ സ്നേഹത്തിന്റെ ചൂടോ സന്തോഷത്തിന്റെ നേർത്ത പൊടിപടലങ്ങളോ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ പട്ടാളച്ചിട്ടയിലുള്ള ശിക്ഷണം അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും ശ്വാസം മുട്ടിച്ചതിന്റെ ബാക്കിപത്രമായിരുന്നു ഈ ചിട്ടകൾ. സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ വാത്സല്യം നിറഞ്ഞ ഒരു തലോടലോ ഓർമ്മയുടെ ചെപ്പിൽ നിന്നും അവർക്ക് പരതിയെടുക്കാൻ പോലുമായിരുന്നില്ല. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും എന്തിന് ചിരിക്കുന്നതിനു പോലും ഒരു സമയമുണ്ടായിരുന്നു.
ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കുകൾ തെറ്റിയാൽ അച്ഛന്റെ കോപം ഒരു പ്രളയം പോലെയായിരുന്നു. ഒരിക്കൽ ചിത്രം വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന 6ാം ക്ലാസ്സുകാരി സുമ കണക്ക് പുസ്തകത്തിന്റെ പിന്നിലെ ഒഴിഞ്ഞ താളിൽ മയിൽപീലി അഴകുള്ള ഒരു പൂമ്പാറ്റയെ വരച്ചു. നിറങ്ങൾ നൽകി അതിന് ജീവൻ വെപ്പിക്കുന്നതിനു മുൻപേ അച്ഛനത് കണ്ടുപിടിച്ചു. പഠിക്കുന്ന പുസ്തകത്തിൽ കവിതയും ചിത്രവുമല്ല വേണ്ടത്, അറിവാണ് എന്ന് ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിൽ അലറിക്കൊണ്ട അച്ഛൻ ആ പുസ്തകം വലിച്ചു കീറിയപ്പോൾ അതോടൊപ്പം കീറിപ്പോയത് അവളുടെ സ്വപ്നങ്ങളുടെ നിറങ്ങളായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കണ്ണുനീർ പുറത്തുവരാതെ ഉള്ളിലണക്കിയ ആ ദിനത്തിന്റെ പാടുകൾ ഇന്നും മായാതെ മനസ്സിലുണ്ട്. അതായിരുന്നു തുടക്കം. പാട്ടുപാടാൻ കൊതിച്ചപ്പോൾ സമയം കളയാനുള്ള ഏർപ്പാടല്ലതെന്ന് വിലക്കി. കൂട്ടുകാരുമായി കളിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനാണ് എന്ന് ശാസിച്ചത്. ഉള്ളിന്റെ ഉള്ളിലൊരൽപ്പം വാത്സല്യത്തിനായി കൊതിക്കുമ്പോഴും സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ അവരൊരിക്കലും പഠിച്ചിരുന്നില്ല. അച്ഛന്റെ നിഴലിലമർന്ന് അമ്മയുടെ നിശബ്ദമായ തേങ്ങലുകൾക്കും അവർ സാക്ഷിയായി. രാത്രിയുടെ നിശബ്ദതയിൽ ഭിത്തിയിൽ തൂങ്ങുന്ന മരിച്ചുപോയ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഓർമ്മകൾ അവരെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിന്തുടരും. ഫോട്ടോയിൽ അച്ഛൻ ഗൗരവത്തോടെ നോക്കുന്നു. അമ്മയുടെ മുഖത്ത് ഭയവും നിസ്സഹായതയും നിഴലിക്കുന്നുണ്ടോ എന്നവർക്ക് തോന്നും. അച്ചടക്കത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഈ മുഖമൂടി ഉള്ളിലെ ആ പഴയ മുറിവുകളെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാനുള്ള ഒരു ഉപായം മാത്രമായിരുന്നു. ആരും സ്നേഹിക്കാനില്ലാത്ത, ആരെയും സ്നേഹിക്കാൻ അറിയാത്തവളായി സ്വയം തീർത്ത കോട്ടയായിരുന്നു ശാന്തിയും അവിടുത്തെ ചിട്ടകളും. ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ മറ്റു വീടുകളിൽ ചിരിയുടെയും സന്തോഷത്തിന്റെയും വെളിച്ചം കാണാം. ആ വെളിച്ചം തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എത്തുമോ എന്നവർ സംശയിച്ചു. നാളെ രാവിലെ വീണ്ടും ആ ഉരുക്കു കവചമണിയണം, ഗൗരവം മുഖത്തണിയണം. സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ അറിവിന്റെ കണക്കുകൾ മാത്രം പറയുന്ന സുമ ടീച്ചറാകണം. ആരും കാണാതെ ഉള്ളിൽ കരയുന്ന സുമയെ ശാന്തിയുടെ തണുത്ത ഭിത്തികൾ വീണ്ടും ചേർത്തുപിടിച്ചു. കിഴക്ക് വെള്ളക്കീറും മുൻപേ ആകാശിന്റെ ലോകമുണരും. അവന്റെ അലാറം ഒരു ഘടികാരമായിരുന്നില്ല. ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നുവരുന്ന അമ്മയുടെ നേർത്ത ചുമയായിരുന്നു. ഓരോ ചുമയും അവന്റെ ഹൃദയത്തിൽ ഒരു നേർത്ത നൊമ്പരമായി വന്ന് തട്ടും. ഉറക്കച്ചടവുള്ള കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ അമ്മയുടെ അരികിലേക്ക് ചെല്ലും. മെലിഞ്ഞുണങ്ങി വിളറിയ മുഖമുള്ള അമ്മയുടെ നെറ്റിയിലെ വിയർപ്പു കണങ്ങൾ ഒരു പഴയ തൂവാല കൊണ്ട് മെല്ലെ ഒപ്പിയെടുക്കുമ്പോൾ അവന്റെ വിരലുകൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പാകതയുണ്ടായിരുന്നു. അമ്മേ എന്ന അവന്റെ നേർത്ത വിളിയിൽ വാത്സല്യവും കരുതലും ഒരുപോലെ നിറഞ്ഞിരുന്നു. അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ തലേന്നത്തെ കഞ്ഞിപ്പാത്രമെടുത്തു. വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെറിയ തീയിൽ ചൂടാക്കി അമ്മയ്ക്ക് എളുപ്പത്തിൽ ഇറക്കാൻ പാകത്തിനത് കോരിക്കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്തം നിറഞ്ഞിരുന്നു. മരുന്നുകളുടെ സമയം തെറ്റാതിരിക്കാൻ അവൻ തന്നെ കീറിയെടുത്ത കാർഡ്ബോർഡ് കഷ്ണത്തിൽ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചുവെച്ച ചാർട്ടിലേക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഓരോ മരുന്നുപൊതിയും അമ്മയുടെ ജീവന്റെ ഓരോ ദിവസമാണെന്ന് അവൻ വിശ്വസിച്ചു. രാത്രികൾക്ക് പലപ്പോഴും വേദനയുടെ ഗന്ധമായിരുന്നു. അമ്മയുടെ ഞരക്കങ്ങളും തേങ്ങലുകളും ഉയരുമ്പോൾ അവൻ ഉറങ്ങാതെ കാവലിരിക്കും. വേദന കൊണ്ട് പുളയുന്ന അമ്മയുടെ മെലിഞ്ഞ കൈകൾ അവന്റെ കൊച്ചു കൈകൾക്കുള്ളിലാക്കി മെല്ലെ തിരുമി ആശ്വസിപ്പിക്കും. സാരമില്ല അമ്മേ, ഞാനില്ലേ ഇവിടെ, എല്ലാം ശരിയാകും എന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ അവന്റെ ശബ്ദത്തിലെ ദൃഢത അമ്മയ്ക്കൊരു താങ്ങായിരുന്നു. പുസ്തകത്തിലെ അക്ഷരങ്ങൾ അവന്റെ കൺപോളകളിൽ മയങ്ങി വീഴുമ്പോഴും അമ്മയുടെ ഒരു ചെറു ശ്വാസം പോലും അവനെ ഉണർത്താൻ പോന്നതായിരുന്നു. ക്ഷീണം കൊണ്ട് ശരീരം തളർന്നുപോലും കഠിനമായ വേദനയ്ക്കിടയിലും അമ്മ നൽകുന്ന ആ വിളറിയ പുഞ്ചിരിയായിരുന്നു അവന്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഇന്ധനം. ആ പുഞ്ചിരി കാണുമ്പോൾ അവന്റെ എല്ലാ ക്ഷീണവും അലിഞ്ഞില്ലാതാകും. പുലർച്ചെ 4 മണിക്ക് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ തണുപ്പിനെ വകവെക്കാതെ ഒരു പഴയ കമ്പിളി പുതച്ചു വീടിനു പുറത്തിറങ്ങും. പത്രക്കെട്ടുകൾ സൈക്കിളിനു പിന്നിൽ വെച്ചുകെട്ടി അടുത്തുള്ള വീടുകളിലേക്ക് പോകുമ്പോൾ വഴിയോരത്തെ വിളക്കുകാലുകൾ അവന് കൂട്ടായി നിന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മയുടെ മരുന്നിനും തന്റെ പഠനത്തിനും അവൻ പണം കണ്ടെത്തിയിരുന്നത്. ഓരോ വീട്ടിലും പത്രമിടുമ്പോൾ ആ വീടുകളിലെ കുട്ടികൾ ചൂടുള്ള പുതപ്പിനടിയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയാണ് എന്നവൻ ഓർക്കും. പക്ഷെ അവന്റെ സ്വപ്നങ്ങളിൽ നിറയെ അമ്മയുടെ ചിരിക്കുന്ന മുഖവും മരുന്നുകുപ്പികളും മാത്രമായിരുന്നു. അവന്റെ പ്രായത്തിലെ കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ അവൻ ജീവിതത്തോട് നിശബ്ദമായി പൊരുതുകയായിരുന്നു. ആകാശം അവന്റെ പേരിൽ മാത്രമായിരുന്നില്ല, അവന്റെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും ഉണ്ടായിരുന്നു. അമ്മ എന്ന ലോകം സമാധാനമായി ഉറങ്ങുന്ന വിശാലമായൊരിടം. പുലർകാലത്തെ നേർത്ത വെളിച്ചം അവരുടെ ഒറ്റമുറി വീട്ടിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് വരുന്ന മരുന്നിന്റെ നേരിയ ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നു. ആകാശ് അമ്മയുടെ കട്ടിലിനരികിലിരിക്കുകയായിരുന്നു. ഉറക്കച്ചടവുള്ള അവന്റെ കണ്ണുകൾ
അമ്മയുടെ മെലിഞ്ഞുണങ്ങിയ മുഖത്തായിരുന്നു. നാളുകളായുള്ള അസുഖം ആ മുഖത്തെ ശോഭ കെടുത്തിയെങ്കിലും ആ കണ്ണുകളിലെ വാത്സല്യത്തിന് ഒരു കുറവും വന്നിരുന്നില്ല. മോനെ, ആകാശേ, നീ ഇന്ന് സ്കൂളിൽ പോന്നില്ലേ? മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. രാത്രി ഉറങ്ങിയില്ലേ നീ? അമ്മ നേർത്ത ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിൽ സ്നേഹത്തേക്കാളേറെ ഒരു കുറ്റബോധം നിഴലിക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് മുഖത്തൊരു ചിരി വരുത്തി. ക്ഷീണത്തിന്റെ പാടുകൾ ആ ചിരിക്കടിയിൽ ഒളിപ്പിക്കാനൊരു വിഫലശ്രമം നടത്തി. ഏയ്, എനിക്കെന്ത് ക്ഷീണം? അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. ഇന്നലെ കണക്കിലെ പുതിയ പാഠം പഠിക്കുകയായിരുന്നു. അത് തീർക്കാൻ കുറച്ച് വൈകി, അത്രയുള്ളൂ. അവൻ അമ്മയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തലോടി. അമ്മ വേഗം ഒന്ന് സുഖമായാ മതി. അപ്പോഴെന്റെ ക്ഷീണമൊക്കെ പമ്പ കിടക്കും. പിന്നെ നമ്മൾക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കൽക്കണ്ടം വാങ്ങാം. അവന്റെ വാക്കുകൾ കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുണ്ടിൽ വിരിഞ്ഞ ചിരി കണ്ണീരിൽ അലിഞ്ഞു പോകാതിരിക്കാൻ അവർ പാടുപെട്ടു. തന്റെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ ഈ കുഞ്ഞ് തനിക്ക് വേണ്ടി ഒരു ജീവിതം ഹോമിക്കുകയാണല്ലോ എന്നോർത്ത് ആ ഹൃദയം വിങ്ങി. കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാതെ, വൈകുന്നേരങ്ങളിൽ പുഴയിൽ കുളിക്കാൻ പോകാതെ അവൻ തനിക്കുള്ള മരുന്നും ഭക്ഷണവുമായി ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നെക്കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട മോനെ. നിന്റെ പഠിത്തം മുടങ്ങരുത്. നീ നന്നായി പഠിക്കണം, വലിയ ആളാകണം. അമ്മ അവന്റെ മുടിയിഴകളിൽ തലോടി. ആ സ്പർശനത്തിൽ 1000 പ്രാർത്ഥനകളുണ്ടായിരുന്നു. അവൻ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ മെലിഞ്ഞ കൈകൾക്ക് ലോകത്തിലെ ഏതു പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് തനിക്ക് നൽകാനാവുമെന്ന് അവൻ അറിയാമായിരുന്നു. അമ്മയുടെ ഈ സ്നേഹമായിരുന്നു അവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അമ്മ വിഷമിക്കാതെ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവന്റെ കണ്ണുകളിൽ പുതിയൊരു തിളക്കം മിന്നിമറിഞ്ഞു. അമ്മ കാണും ഞാൻ വലിയ ആളാകുന്നത്. നല്ലൊരു ജോലി വാങ്ങിയിട്ട് നമുക്കീ വീട്ടിൽ നിന്ന് മാറാം. മുറ്റത്ത് നിറയെ ചെടികളുള്ള, ജനൽ തുറന്നാൽ പാടത്തെ കാറ്റ് അകത്തേക്ക് വരുന്ന ഒരു വലിയ വീട്ടിലേക്ക്. അപ്പോൾ അമ്മയ്ക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരും. ചുവന്ന കരയുള്ള സെറ്റ് സാരി, പിന്നെ അമ്മയ്ക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ. അവനൊരു സ്വപ്നം പോലെ പറഞ്ഞു നിർത്തി. അവന്റെ ഓരോ വാക്കുകളും ആ അമ്മയുടെ കാതുകളിൽ അമൃതുപോലെ പതിച്ചു. വേദനയ്ക്കിടയിലും അവരുടെ മുഖത്ത് കാലങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം നിറഞ്ഞു. അത് വെറുമൊരു ചിരിയായിരുന്നില്ല. മകന്റെ സ്വപ്നങ്ങളിൽ വിരിഞ്ഞ പ്രതീക്ഷയുടെ, വാത്സല്യത്തിന്റെ, അതിലുപരി അതിജീവനത്തിന്റെ ഒരു തിളക്കമായിരുന്നു അത്. ആ ചിരിയായിരുന്നു ആകാശിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. അന്ന് കണക്ക് ക്ലാസ്സിൽ സുമ ടീച്ചർ പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ബീജഗണിതത്തിലെ സങ്കീർണമായ സമവാക്യങ്ങൾ കറുത്ത ബോർഡിൽ വെളുത്ത ചോക്കുകൊണ്ട് കോട്ടകൾ പണിതു. ക്ലാസ്സിലെ ഫാനിന്റെ മുറൾച്ചയും ടീച്ചറുടെ ഉയർന്ന ശബ്ദവും ഇടകലർന്ന് ഒരുതരം മന്ദത മുറിയിൽ നിറച്ചു. പുറത്ത് വെയിൽ അതിന്റെ സകല ശക്തിയും എടുത്ത് ഭൂമിയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. രാത്രികളിലെ ഉറക്കമില്ലായ്മ ആകാശിന്റെ കൺപോളകളിൽ ആരോ 2 കരിങ്കല്ലുകൾ കെട്ടിത്തൂക്കിയതുപോലെ ഭാരം നൽകി. തലച്ചോറിനുള്ളിൽ ഒരുതരം മൂടൽമഞ്ഞു വ്യാപിച്ചു. ഇന്നലെ രാത്രിയിലും അമ്മയുടെ നിർത്താത്ത ചുമ അവന്റെ ഉറക്കം കെടുത്തിയിരുന്നു. മരുന്നിന്റെ രൂക്ഷഗന്ധം ഇപ്പോഴും അവന്റെ ഓർമ്മയിലുണ്ട്. പുലർച്ചെ എപ്പോഴോ ആണ് അവൻ ചെറുതായി മയങ്ങിയത്. അതിന്റെ ക്ഷീണം അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നിരിയായിരുന്നു. ടീച്ചർ പറയുന്നതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. ബോർഡിലെ അക്കങ്ങളും അക്ഷരങ്ങളും അവന്റെ കൺമുന്നിൽ രൂപം മാറി പുകമര പോലെ നൃത്തം ചെയ്തു. A² + 2AB + B² എന്ന സമവാക്യം അവന്റെ മുന്നിൽ ചിതറിയ അക്ഷരക്കൂട്ടങ്ങളായി. പിടിച്ചു നിൽക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. കണ്ണുകൾ വലിച്ചു തുറന്നു, തല കുടഞ്ഞു. പക്ഷേ ക്ഷീണം ഒരു ഭീകര സത്വത്തെപ്പോലെ അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. അവന്റെ തല മുന്നിലിരുന്ന ഡെസ്കിലേക്ക് ശക്തിയില്ലാതെ ചാഞ്ഞു. പുറത്തെ ലോകശബ്ദങ്ങൾ നേർത്തുപോയി. ഒരു നിമിഷത്തേക്ക് അവനെല്ലാം മറന്നൊരാശ്വാസം അനുഭവിച്ചു. ആകാശ്! സുമ ടീച്ചറുടെ ശബ്ദം ഒരിടിമുഴക്കം പോലെ ക്ലാസ്സിൽ പ്രകമ്പനം കൊണ്ടു. ഞെട്ടിപ്പിടഞ്ഞ് അവൻ തലയുയർത്തി. ക്ലാസ്സിലെ 50 ജോഡി കണ്ണുകൾ അവന് നേരെയായിരുന്നു. ചിലതിൽ പരിഹാസം, മറ്റു ചിലതിൽ സഹതാപം, ഭൂരിപക്ഷത്തിലും കൗതുകം. അവന്റെ ഹൃദയം പടപടായിടിച്ചു. മുഖമാകെ വിയർത്തു. ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ മാത്രം ധൈര്യമായോ നിനക്ക്? പഠിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ എഴുന്നേറ്റ് പുറത്തു പോകാമല്ലോ. ഇത് നിന്റെ വീടല്ല. അഹങ്കാരം കൊണ്ടാണോ? ടീച്ചറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടിത്തിരുന്നു. വാക്കുകൾ ചാട്ടവാറുപോലെ അവന്റെ ചെവിയിൽ പതിച്ചു. ടീച്ചർ, അത് ഇന്നലെ... അവൻ വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. അമ്മയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൂട്ടത്തിനു മുന്നിൽ സ്വന്തം ദയനീയാവസ്ഥ വിളിച്ചു പറയാൻ അവന് തോന്നിയില്ല. അത് കൂടുതൽ വലിയൊരു അപമാനമായിരിക്കും. മിണ്ടരുതൊരു വാക്ക്. വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. കൈനീട്ട്.
ടീച്ചറുടെ ശബ്ദം കനത്തു. ചോദ്യം ചെയ്യാനോ വിശദീകരിക്കാനോ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. നിസ്സഹായനായി അവൻ വിറയ്ക്കുന്ന കൈകൾ ടീച്ചർക്ക് മുന്നിലേക്ക് നീട്ടി. മേശപ്പുറത്തിരുന്ന ചുരുൾ ടീച്ചർ കയ്യിലെടുത്തു. അതിന്റെ സ്വിസ്റ്റ് അന്തരീക്ഷത്തിൽ ഒരു നിമിഷം തങ്ങി നിന്നു. അവന്റെ കുഞ്ഞിക്കൈകളിൽ അത് ആഞ്ഞു പതിച്ചു. ഒന്നിനു പുറകെ ഒന്നായി 3 അടി. ആദ്യത്തെ അടിയിൽ കൈ പറിഞ്ഞുപോകുന്ന വേദന തോന്നി. രണ്ടാമത്തെ അടിയിൽ കണ്ണിൽ ഇരുട്ട് കയറി. മൂന്നാമത്തെ അടിയായപ്പോഴേക്കും വേദനയേക്കാൾ വലിയ അപമാനം അവന്റെ ഉള്ളു പൊള്ളിച്ചു. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങി. ചുണ്ടുകൾ കടിച്ചുപിടിച്ച് അവൻ കരച്ചിലടക്കി. പോയി വരാന്തയിൽ നിൽക്ക്, ഈ പിരീഡ് കഴിയുന്നതുവരെ. അവൻ തലകുനിച്ച് നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു. ഓരോ ചുവടും അവന് ഭാരമുള്ളതായി തോന്നി. വരാന്തയിലെ തണുത്ത തൂണിൽ ചാരി നിൽക്കുമ്പോൾ അടക്കിപ്പിടിച്ചതെല്ലാം അണപൊട്ടി. കണ്ണുനീർ നിശബ്ദമായി കവിളിലൂടെ ഒഴുകി. അത് ചുരലിന്റെ വേദനയായിരുന്നില്ല. ആരും കാണാതെ അറിയാതെ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും പ്രളയമായിരുന്നു അത്. ആകാശം പോലെ വിശാലമായ സ്വപ്നങ്ങളുള്ള ഒരു കുഞ്ഞിന്റെ നിസ്സഹായമായ തേങ്ങലായിരുന്നു അത്. പിറ്റേന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം സ്റ്റാഫ് റൂമിൽ പതിഞ്ഞ സംസാരങ്ങളും പൊതിച്ചോറുകളുടെ ഗന്ധവും നിറഞ്ഞിരുന്നു. തലേന്നത്തെ ക്ഷീണവും അടുത്ത പിരീഡിനെക്കുറിച്ചുള്ള ചർച്ചകളുമായിരുന്നു അവിടെ ആകെ ഗംഭീരം. ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണപ്പൊതി തുറന്ന് തിരക്കുകളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് സ്റ്റാഫ് റൂമിന്റെ വാതിൽ മെല്ലെ തുറന്ന് ഹെഡ്മാസ്റ്റർ അകത്തേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവം കണ്ടതും മുറിയിലെ നേർത്ത ചിരികൾ മാഞ്ഞു. സംസാരങ്ങൾ നിലച്ചു. എന്തോ അസാധാരണമായി സംഭവിച്ചിരിക്കുന്നുവെന്ന് എല്ലാവർക്കും തോന്നി. അദ്ദേഹം എല്ലാവരെയും ഒന്ന് കണ്ണോടിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എനിക്കൊരു ദുഃഖവാർത്തയെ അറിയിക്കാനുണ്ട്. മുറിയിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത പരന്നു. നമ്മുടെ 8ാം ക്ലാസ്സിലെ ആകാശിന്റെ അമ്മ ഇന്നലെ രാത്രി പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചുപോയി. ആ വാക്കുകൾ സുമ ടീച്ചറുടെ കാതുകളിൽ ഒരു ബോംബ് പോലെയാണ് പൊട്ടിത്തെറിച്ചത്. ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായി. സഹകർമ്മികളുടെ ഞെട്ടലും അടക്കിപ്പിടിച്ച സംസാരങ്ങളും അവർ കേട്ടില്ല. കയ്യിലിരുന്ന ചുവന്ന മഷിയുള്ള പേന അറിയാതെ വിരലുകളിൽ നിന്ന് ഊർന്ന് നിശ്ശബ്ദമായി താഴെ വീണു. ലോകം ഒരു നിമിഷത്തേക്ക് ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നതുപോലെ അവർക്ക് തോന്നി. മനസ്സിലേക്ക് ഒരു കുറ്റവാളിയെപ്പോലെ തലേന്നത്തെ ദൃശ്യങ്ങൾ ഇരച്ചു കയറി വന്നു. ഹോംവർക്ക് ചെയ്യാതെ വന്ന് ക്ലാസ്സിൽ തലകുനിച്ചു നിന്ന ആകാശ്, അവന്റെ നിറഞ്ഞ കണ്ണുകൾ, യാചനയുടെ സ്വരം. അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു ടീച്ചർ, ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു എന്നവൻ പറയാൻ ശ്രമിച്ചത് താൻ കേട്ടില്ലെന്ന് നടിച്ചു. ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അവന്റെ കുഞ്ഞിക്കൈകളിലേക്ക് ആഞ്ഞടിച്ച ചുരൽ. വേദന കൊണ്ടവൻ കൈവലിച്ചതും ചുരൽപ്പാടുകൾ ചുവന്ന് തിണിർത്തതും എല്ലാം ഒരു മിന്നൽ പോലെ അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അവന്റെ കണ്ണുനീരിന് ഉപ്പുണ്ടായിരുന്നത് അമ്മയുടെ അസുഖമോർത്തായിരുന്നുവെന്ന് ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. ആ ചുരൽപ്പാടുകൾ ഇപ്പോൾ ആ കുഞ്ഞിക്കൈകളിലല്ല, തന്റെ ഹൃദയത്തിലാണ് ആഴത്തിൽ കുത്തിനോവിക്കുന്നതെന്ന് അവർക്ക് തോന്നി. അമ്മയെ നഷ്ടപ്പെട്ട ആ രാത്രിയിൽ അവൻ എങ്ങനെയാണ് ആ വേദനിക്കുന്ന കൈകളുമായി ഉറങ്ങിക്കാണുക? ഒരുപക്ഷെ സ്കൂളിൽ നിന്നുണ്ടായ അവസാനത്തെ ഓർമ്മ താൻ നൽകിയ ഈ വേദനയായിരിക്കുമോ? ആ ചിന്ത സുമ ടീച്ചറുടെ നെഞ്ചിലൊരു കനൽ കട്ട പോലെ എരിഞ്ഞു. അവരറിയാതെ കസേരയിലേക്ക് തളർന്നിരുന്നുപോയി. ദിവസവും നടന്നു തീർക്കുന്ന വഴിയോരങ്ങൾക്കന്ന് പതിവില്ലാത്ത ദൂരവും ഭാരവും അനുഭവപ്പെട്ടു. സുമ ടീച്ചറുടെ ഓരോ ചുവടും മണലിൽ പൂണ്ടതുപോലെ ഗതിയില്ലാത്തതായിരുന്നു. കുറ്റബോധം ഒരു കനൽ പോലെ അവരുടെ ഉള്ളിൽ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ ക്ലാസ്സിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വഴക്കു പറഞ്ഞ ആകാശിന്റെ നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും ഒരു മായാചിത്രമെന്നോണം മനസ്സിൽ തെളിഞ്ഞുവന്നു. ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു. അവന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എങ്ങനെയാണ് അവരോട് അത്ര പരുഷമായി പെരുമാറിയത്? അവസാനമായി അമ്മയെ കാണാൻ പോകുമ്പോൾ അവന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും? ഈ ചിന്തകൾ ശ്വാസം മുട്ടിക്കുന്ന ഒരു പുകയായി അവരെ പൊതിഞ്ഞു. ഒടുവിൽ ആത്മനിയന്ത്രണത്തിന്റെ അവസാനത്തെ നൂലും പൊട്ടിപ്പോയപ്പോൾ അവർ വഴിവക്കിൽ കണ്ട ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ കൈ കാണിച്ചു. ആകാശിന്റെ വീട്ടിലേക്ക്. ഡ്രൈവറോട് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു. ഓട്ടോയുടെ തകരപ്പാട്ടുപോലുള്ള ശബ്ദത്തിനിടയിലും അവരുടെ ഉള്ളിലെ നിശബ്ദമായ തേങ്ങൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പുറത്തെ കാഴ്ചകൾ ഒരർത്ഥവുമില്ലാതെ മിന്നിമറിഞ്ഞു. ഓരോ നിമിഷവും അവരുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. എന്തു പറഞ്ഞാണ് അവനെ സമാധാനിപ്പിക്കുക? എന്നാക്കാൻ? അവന്റെ ഒരു കണ്ണുകളിലും എന്തു പറഞ്ഞാണ് അവനെ സമാധാനിപ്പിക്കുക? ആ മുഖത്തേക്ക് എങ്ങനെ നോക്കും? ഓട്ടോറിക്ഷ ഇടുങ്ങിയ വഴിയിലേക്ക് തിരിഞ്ഞ് ഒരു ചെറിയ ഓടിട്ട വീട്ടിന്റെ മുറ്റത്ത് നിന്നു. മുറ്റത്ത് കുറച്ചാളുകൾ നിശബ്ദരായി കൂടി നിൽക്കുന്നുണ്ട്. ആരുടെയും മുഖത്ത് പ്രത്യേക ഭാവങ്ങളില്ല. മരവച്ച ഒരു തരം നിസ്സംഗത. അകത്തുനിന്ന് നേർത്ത തേങ്ങലുകൾ ഒരു നേർത്ത നൂലുപോലെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. സുമ ടീച്ചർക്ക് കാലുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവർ ആ വീടിന്റെ ഉമ്മരത്തേക്ക് കയറി. അവിടെ ആ കാഴ്ച അവരുടെ ഹൃദയം പിളർന്നു. നടുവിലെ മുറിയിൽ വെള്ള പുതപ്പിച്ച അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികെ ഒരുതരം നിർവികാരത്തോടെ ആകാശിരിക്കുന്നു.
അവന്റെ കണ്ണുകൾ ഒരു തുള്ളി കണ്ണുനീരിന്റെ നനവ് പോലുമില്ലാതെ വറ്റിവരണ്ടിരിക്കുന്നു. ദുഃഖത്തിന്റെയോ വേദനയുടെയോ ഒരു കണിക പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോയതാവാം. അല്ലെങ്കിൽ കരയാൻ പോലും മറന്നുപോയ ഒരു മരവിപ്പിലായിരിക്കാം അവൻ. അവൻ ടീച്ചറെ കണ്ടു. ഒരു നിമിഷം ആ കണ്ണുകൾ അവരിൽ തങ്ങി നിന്നു. പക്ഷേ അതിൽ പരിഭവമോ ദേഷ്യമോ സങ്കടമോ ഒന്നും വായിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശൂന്യമായൊരു നോട്ടം. എന്നിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ മുഖം തിരിച്ചു. ആ നോട്ടം മൂർച്ചയേറിയ ഒരു കഠാരുപോലെ ടീച്ചറുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അതവരെ നിശബ്ദമായി കുറ്റപ്പെടുത്തി. ടീച്ചർ വരാൻ വൈകിപ്പോയി. എന്റെ അമ്മ സന്തോഷത്തോടെ ഇരുന്ന് അവസാന മണിക്കൂറുകൾ ടീച്ചർ കാരണം എനിക്ക് നഷ്ടമായി. അവനോട് എന്തു പറയണമെന്നറിയാതെ, ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ സുമ ടീച്ചർ ആ പടിവാതിൽക്കൽ തറഞ്ഞു നിന്നു. ആ വീടിനകത്തെ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിൽ, വറ്റിവരണ്ട ആ കണ്ണുകളിലെ ശൂന്യതയിൽ അവരുടെ കുറ്റബോധം 1000 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു. ആ വീടിന്റെ ഉമ്മറപ്പടി ഇറങ്ങുമ്പോൾ സുമ ടീച്ചറുടെ മനസ്സിൽ അപ്പോഴും ഒരുതരം മരവിപ്പായിരുന്നു. താൻ ചെയ്തതാണ് ശരിയെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അച്ചടക്കമില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ നേർവഴിക്ക് നടത്തുക എന്നത് ഒരു അധ്യാപികയുടെ കടമയാണല്ലോ. പക്ഷേ ആ വീടിനകത്തെ നിശബ്ദത അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരം കയറ്റിവെച്ചിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. അവരുടെ മുഖത്ത് സഹതാപവും ദുഃഖവും നിഴലിച്ചിരുന്നു. ടീച്ചറായിരുന്നല്ലേ? അവർ പതുക്കെ ചോദിച്ചു. സുമ ടീച്ചർ അതേയെന്ന് തലയാട്ടി. ആ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു ടീച്ചറെ. അവന്റെ ലോകം തന്നെ ആ അമ്മയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അമ്മയെ നോക്കിയത് അവൻ ഒറ്റയ്ക്കാ. ഞങ്ങൾ പലപ്പോഴും ജനലിലൂടെ കാണുമായിരുന്നു. അമ്മയുടെ കാല് തടവിക്കൊടുത്ത് പുതപ്പിച്ചുറക്കി പാത്രങ്ങൾ കഴുകിവെച്ച് അവൻ ഉറങ്ങാൻ നേരം ഒരുപാട് വൈകും. എന്നാലും പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നത് കാണാം. ഉറക്കം തൂങ്ങുന്ന കണ്ണുങ്ങളടച്ച് അവൻ പുസ്തകത്തിലേക്ക് മുഖം പുഴുത്തും. അവരൊന്നു നിർത്തി. ഓർമ്മകൾ ചികഞ്ഞെടുക്കുന്നതുപോലെ തുടർന്നു. അമ്മയ്ക്ക് മരുന്നു വാങ്ങാൻ കാശില്ലാതായപ്പോൾ ആരോടും പറയാതെ അതിരാവിലെ പത്രമിടാൻ പോകാൻ തുടങ്ങി. ഈ കോടമഞ്ഞത്ത് അവന്റെ കുഞ്ഞിക്കൈകൾ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ചോദിച്ചാൽ പറയും, അമ്മയ്ക്ക് സുഖമാവണ്ടേയെന്ന്. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവന്റെ മുഖം വല്ലാതെ വാടിയിരുന്നു. ആരോടും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചു. പിന്നെ അമ്മയോട് അവൻ വഴക്കിടുന്നത് ഞങ്ങൾ കേട്ടു. ടീച്ചർ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി. എനിക്ക് നാണക്കേടായി. ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു. ഓരോ വാക്കും കേട്ട് സുമ ടീച്ചർ തരിച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ ക്ലാസ്സിൽ ഉറങ്ങിയതിന് താൻ അവനെ ശകാരിച്ചതും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തതിന് ചൂരൽ കൊണ്ട് അടിച്ചതും അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അയൽക്കാരെ തുടർന്നു. രാത്രിയായപ്പോൾ അമ്മയുടെ നെഞ്ചുവേദന കൂടി. ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടി. ഒരു ഓട്ടോ വിളിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് ആ ഓട്ടോക്കാരനെയും കൂട്ടി അമ്മയെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയത്. പക്ഷേ അവർ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ആ നിശബ്ദതയ്ക്ക് സുമ ടീച്ചറുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ആ അമ്മ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തുടങ്ങി. അയൽക്കാരിയുടെ ഓരോ വാക്കും കൂർത്തും മൂർത്ത ആണികളായി അവരുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. തന്റെ കാർക്കശ്യം, തന്റെ അഹങ്കാരത്തോടെ കൊണ്ടുനടന്ന അച്ചടക്കം എത്ര വലിയൊരു മുറിവാണ് ആ കുഞ്ഞു മനസ്സിൽ ഏൽപ്പിച്ചതെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ആ വേദനയല്ലേ ഒരമ്മയുടെ ജീവൻ എടുത്തത്, ആ കുഞ്ഞിനെ അനാഥനാക്കിയത്. താൻ അടിച്ച ഓരോ അടിയും ആ അമ്മയുടെ നെഞ്ചത്താണ് കൊണ്ടതെന്ന് അവർക്ക് തോന്നി. കാലുകൾക്ക് ബലം കുറയുന്നതുപോലെ അവർ അടുത്തുള്ള മതിലിൽ താങ്ങി നിന്നുപോയി. അവരുടെ ലോകം തലകീഴായി മറിയുകയായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സുമ ടീച്ചർ ആ വീട് വിട്ടുപോയില്ല. അവർ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. വരുന്നവരെയും പോകുന്നവരെയും നോക്കി തളർന്നിരുന്ന ആകാശിന്റെ മുത്തശ്ശിയായ അമ്മിണിയമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാനോ അവരോടൊരു വാക്ക് സംസാരിക്കാനോ ആകാശ് തയ്യാറായില്ല. അവന്റെ നിശബ്ദത ഒരു വലിയ മതിലായിരുന്നു. അത് ഭേദിക്കാൻ അവരുടെ ഒരു ശ്രമത്തിനും കഴിഞ്ഞില്ല. അമ്മിണിയമ്മയാകട്ടെ ടീച്ചറുടെ ഈ അപ്രതീക്ഷിത സഹായത്തെ ആദ്യം സംശയത്തോടെയാണ് കണ്ടത്. 16 കഴിഞ്ഞ് ഒരു രാത്രി എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വയ്ക്കുമ്പോൾ അമ്മിണിയമ്മ ആരോടൊന്നില്ലാതെ പറയുന്നത് ടീച്ചർ കേട്ടു. ദൈവമേ, ഇനി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഈ കുഞ്ഞിന്റെ ഭാവി എന്താകും? എനിക്കാണെങ്കിൽ വയ്യാതായി വരുന്നു. ആ ചോദ്യം സുമ ടീച്ചറുടെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. ആ നിമിഷം അവരൊരു തീരുമാനമെടുത്തു. അവർ അമ്മിണിയമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നു. മുത്തശ്ശി, വിഷമിക്കരുത്. നിങ്ങളും ആകാശം എന്റെ കൂടെ വരണം, എന്റെ വീട്ടിലേക്ക്. അമ്മിണിയമ്മ ഞെട്ടിത്തെറിച്ചു. അതെങ്ങനെ ശരിയാകും ടീച്ചറെ? നാട്ടുകാരും വീട്ടുകാരുമൊക്കെ എന്തു പറയും? ആരെന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം. ആകാശിന്റെ ജീവിതം സുരക്ഷിതമാക്കണം. അതെന്റെ കടമയാണ്. ദയവായി എതിരു പറയരുത്. ടീച്ചറുടെ കണ്ണുകളിലെ ആത്മാർത്ഥതയും അതിൽ തുളുമ്പി നിന്ന കണ്ണുനീരും കണ്ടപ്പോൾ ആ മുത്തശ്ശിക്ക് സമ്മതിക്കാതിരിക്കാനായില്ല. സുമ ടീച്ചറുടെ വലിയ ഒതുങ്ങിയ ശാന്തി എന്ന വീട്ടിലേക്കുള്ള മാറ്റം ആകാശിനും മുത്തശ്ശിക്കും ഒരുപോലെ വീർപ്പുമുട്ടലുണ്ടാക്കി. ടീച്ചർ സ്നേഹം കൊണ്ട് അവരെ പൊതിയാൻ ശ്രമിച്ചു. നല്ല ഭക്ഷണം, പുതിയ വസ്ത്രങ്ങൾ, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. എന്നാൽ ആകാശിന് അതൊരു ഭാരമായി തോന്നി.
അവന്റെ മനസ്സിൽ ടീച്ചർ അപ്പോഴും അമ്മയുടെ മരണത്തിന് കാരണക്കാരിൽ ഒരാളായിരുന്നു. സ്കൂളിലും നാട്ടിലും അതൊരു പുതിയ സംസാര വിഷയമായി. ആ കർക്കശ ടീച്ചർക്ക് ഇതെന്തുപറ്റി? കുട്ടിയെ മയക്കിയെടുത്ത് ആ വീടും പറമ്പും തട്ടിയെടുക്കാനുള്ള അടവായിരിക്കും. പലതരം കഥകൾ കാട്ടുതീ പോലെ പടർന്നു. ഇതൊക്കെ ആകാശിന്റെ ചെവിയിലുമെത്തി. അവൻ കൂടുതൽ ഉൾവളിഞ്ഞു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് ആകാശിന്റെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവായ രമേശൻ രംഗപ്രവേശം ചെയ്യുന്നത്. അതുവരെ തിരിഞ്ഞു നോക്കാത്തയാൾക്ക് പെട്ടെന്ന് ആകാശിനോട് സ്നേഹം പൊട്ടിമുളച്ചു. കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് അയാൾ പ്രശ്നങ്ങളുണ്ടാക്കി. അമ്മയുടെ പേരിലുള്ള ആ ചെറിയ വീടും 5 സെന്റ് സ്ഥലവുമായിരുന്നു അയാളുടെ യഥാർത്ഥ ലക്ഷ്യം. അയാൾ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ടീച്ചറെ പലതവണ അപമാനിച്ചു. ചുറ്റിക്കറങ്ങി നടക്കുന്ന നിനക്കെന്തിനാടി ഒരു കുട്ടി? അവനെ നേരാവണം നോക്കാൻ അവന്റെ ആൾക്കാരുണ്ട്. അതോടെ സുമ ടീച്ചറിലെ പോരാളി ഉണർന്നു. അവർ രമേശനെ നിയമപരമായി നേരിട്ടു. വക്കീലിനെ കണ്ടു. കുട്ടിയുടെ സംരക്ഷണത്തിനുള്ള നിയമപരമായ അവകാശം സ്ഥാപിച്ചെടുത്തു. നാട്ടുകാരുടെ അപവാദങ്ങളെ ധൈര്യപൂർവ്വം അവഗണിച്ചു. തനിക്ക് വേണ്ടി ഒരു സിൻഹിയെപ്പോലെ പോരാടുന്ന ടീച്ചറെ ആകാശ് അത്ഭുതത്തോടെ നോക്കി നിന്നു. ആദ്യമായി അവന്റെ മനസ്സിലെ മഞ്ഞ് ഉരുകാൻ തുടങ്ങി. ഈ ടീച്ചർ തന്റെ ശത്രുവല്ല, രക്ഷകയാണെന്ന് അവൻ പതിയെ തിരിച്ചറിയുകയായിരുന്നു. പേമാരി പെയ്ത ഒരു രാത്രി. ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ കരണ്ടും പോയി. മുറിയിലാകെ മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചം പരന്നു. ആകാശ് ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. സുമ ടീച്ചർ പതുക്കെ അവന്റെ അരികിൽ വന്നിരുന്നു. എന്താ മോനെ ആലോചിക്കുന്നത്? ആ ചോദ്യം ഒരു തുടക്കമായിരുന്നു. അതുവരെ ഉള്ളിലടക്കിയ സങ്കടങ്ങളെല്ലാം ഒരണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അവൻ ടീച്ചറുടെ മടിയിലേക്ക് തലവച്ച് ഒരു കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അമ്മയെക്കുറിച്ച്, തന്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച്, ഭയങ്ങളെക്കുറിച്ചെല്ലാം അവൻ പറഞ്ഞു. അന്ന് ടീച്ചർ എന്നെ തല്ലിയപ്പോൾ എനിക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഞാൻ അമ്മയോട് ഒരുപാട് വഴക്കിട്ടു. ഞാൻ കാരണമാ അമ്മയ്ക്ക് വയ്യാതായത്. അവന്റെ വാക്കുകൾ തേങ്ങലുകളിൽ മുറിഞ്ഞുപോയി. സുമ ടീച്ചർ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അല്ല മോനെ, അല്ല, എന്റെ തെറ്റാണ്. ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. ഒരു നല്ല ടീച്ചർക്ക് അത് കഴിയണമായിരുന്നു. എന്നോട് ക്ഷമിക്കണം മോനെ. അവരുടെ കണ്ണുനീർ അവന്റെ മുടിയിഴകളെ നനച്ചു. ആ നിമിഷം, ആ മെഴുകുവെളിച്ചത്തിന്റെ സാക്ഷിയിൽ അവർ ശരിക്കും അമ്മയും മകനുമായി മാറുകയായിരുന്നു. തെറ്റിദ്ധാരണയുടെ ഇരുട്ട് പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. അതിനുശേഷം ശാന്തി എന്ന വീട് ശരിക്കും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കേന്ദ്രമായി. അമ്മിണിയമ്മ ടീച്ചറെ മോളെ എന്ന് വിളിക്കാൻ തുടങ്ങി. ആകാശിന്റെ പഠനത്തിലെ പിന്നോക്കാവസ്ഥ മാറി. അവൻ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി. അവന്റെ ചിരിയും കളികളും ആ വീടിന് പുതിയൊരു ഐശ്വര്യം നൽകി. സുമ ടീച്ചർ ചിരിക്കാൻ പഠിച്ചു, സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിച്ചു. ഒരു ദിവസം രാത്രി പഠിച്ചുകൊണ്ടിരുന്ന ആകാശിന് ചായയുമായി ചെന്ന സുമയോട് അവൻ പതുക്കെ ചോദിച്ചു, ഞാൻ ടീച്ചറെ അമ്മനെന്ന് വിളിച്ചോട്ടെ? ആ ചോദ്യം കേട്ട് സുമ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത്. 1 വർഷത്തിനു ശേഷം സ്കൂളിലെ വാർഷികാഘോഷത്തിന്റെ വർണ്ണാഭമായ വേദി. ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് 10ാം ക്ലാസ്സിലെ ആകാശിന്. ഹെഡ്മാസ്റ്ററുടെ പ്രഖ്യാപനം കേട്ട് സദസ്സിൽ കയ്യടികൾ മുഴങ്ങി. ആകാശ് നിറഞ്ഞ പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് നടന്നു. സമ്മാനം വാങ്ങി സദസ്സിലേക്ക് നോക്കിയപ്പോൾ മുൻനിരയിലിരുന്ന് അഭിമാനത്തോടെ കണ്ണു തുടയ്ക്കുന്ന തന്റെ അമ്മയെ അവൻ കണ്ടു. അവരുടെ അരികിൽ സ്നേഹത്തോടെ ചിരിക്കുന്ന മുത്തശ്ശിയെയും. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. തെറ്റിദ്ധാരണയുടെ ചൂരൽപ്പാടുകൾ കാലത്തിന്റെ ഒഴുക്കിൽ പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. അവിടെ ഇപ്പോൾ വാത്സല്യത്തിന്റെ തണൽ മാത്രം. മിഴിനീരിന്റെ ഉപ്പുരസം മാഞ്ഞ് അതിന്റെ ചൂട് മാത്രം അവശേഷിക്കുന്ന ഒരു പുതിയ ജീവിതം അവർക്ക് മുന്നിൽ ചിരിച്ചു നിന്നു.